കഴിഞ്ഞ 10 വർഷം കാലം നടത്തിയ നിയമനങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് ഇന്ന് അറസ്റ്റിലായത്. കൂടിക്കൂടി വരുമ്പോൾ ഈ രക്ഷിതാക്കൾക്ക് തന്നെയുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ്. ലഹരിക്കെതിരെ സുംബ ഡാൻസ് പോലെയുള്ള പരിപാടികളൊക്കെ തന്നെ നടത്തിയ കീർത്തന എന്ന് പറയുന്ന ടീച്ചറാണ് ആദ്യം തന്നെ അറസ്റ്റിലാവുന്നത്. നമസ്കാരം. കുരുന്നുകൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകർ തന്നെ ലഹരിയുടെ വിൽപ്പനക്കാരാവുന്നതിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ മലയാളികൾ. കോഴിക്കോട് പേരാമ്പ്രയിലാണ് ഇത്തരത്തിൽ 3 അധ്യാപികമാരെ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയിരിക്കുന്നത്. വല്ലാത്തൊരു ഞെട്ടലിലാണ് ഇപ്പോൾ പേരാമ്പ്രക്കാരും. അതെ, ഇപ്പോൾ നമ്മളോടൊപ്പം പേരാമ്പ്ര സ്വദേശിയും അതുപോലെ തന്നെ ഇവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിട്ടുള്ള സായുജ് ഉണ്ട്. ചേട്ടാ, ഇപ്പം വല്ലാത്തൊരു ഞെട്ടലായിരിക്കുമല്ലോ നിങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക? അതെ, തീർച്ചയായിട്ടും. ഒരു കുരുന്നുകൾക്ക് ആദ്യാക്ഷരങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകരുടെ ഭാഗത്തുനിന്നാണ് ഇതുപോലുള്ള ഒരു ലഹരി ഹബ്ബായി പേരാമ്പ്രത്തെ BRC മാറിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഒരു ഞെട്ടലോടെ തന്നെയാണ് പേരാമ്പ്രയിലെ രാഷ്ട്രീയ അതുപോലെ തന്നെ മുഴുവൻ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ തന്നെ അതിന് മുമ്പ് തന്നെ ചെറിയൊരു കേസുമായിട്ടാണെങ്കിലും വടകരയിലുള്ള ഒരു MDMA കേസുമായിട്ടാണ് തുടക്കം. ഇതിൽ 2 ഗ്രാം MDMA പിടിച്ച ആ കേസിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കീർത്തനയിലേക്ക് ഈ ലഹരിയുടെ വ്യാപ്തി വർദ്ധിച്ചു വരുന്നത്. അത് കൃത്യമായിട്ട് അന്ന് തന്നെ യുവജന സംഘടനകളൊക്കെ തന്നെ രംഗത്ത് വന്നുകൊണ്ട് ആ കേസിന് തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ഇതുപോലെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ ശക്തമായ രീതിയിലുള്ള ലഹരി വേട്ട തന്നെ നമ്മൾ നടത്തി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മറ്റ് മേഖലകളിലൊക്കെ തന്നെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ഇതുപോലെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമല്ല ഈ വിദ്യാലയങ്ങൾ. അപ്പോൾ BRCയുടെ ഈ നിയമനങ്ങൾ കഴിഞ്ഞ 10 വർഷങ്ങളായി പേരാമ്പ്രയിൽ നടത്തിയ നിയമനങ്ങൾ അത് എങ്ങനെ എന്നുള്ളത് കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് പങ്കുവഹിച്ച ആരൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷം കാലം നടത്തിയ നിയമനങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് ഇന്ന് അറസ്റ്റിലായത്. അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഉള്ള പങ്കുള്ള അധ്യാപകരിലേക്കും ഇത് ചെന്നെത്തേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലേക്ക് ഇത് പോകുന്നുണ്ടോ എന്നുള്ളത് കൂടുതലായിട്ട് എന്താക്കേണ്ടതായിട്ടുണ്ട്. പോലീസ് അതിനെപ്പറ്റി അന്വേഷിച്ചു വരുന്നതാണ് പറഞ്ഞത്. യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ KSUവിന്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും MSFന്റെയും ഒക്കെ പ്രവർത്തകന്മാർ BRC ഉപരോധിച്ചിരുന്നു. ഉപരോധിച്ചതിന്റെ ഭാഗമായിട്ട് അന്ന് DPC വന്ന് അതിനുശേഷം ചർച്ചയ്ക്ക് ശേഷമാണ് ഈ കാര്യത്തിനെ പറ്റി ഇവരെ പിരിച്ചുവിടുന്നതും അതിനുശേഷം നടപടിയെടുക്കാമെന്ന് ആവശ്യപ്പെടുന്നതും. അതിനുശേഷമാണ് ഇന്നലെ മറ്റൊരു ടീച്ചറെ കൂടി ഇതിൽ ഉൾപ്പെട്ടതായി അറിയുന്നത്. ഞാൻ അവിടേക്ക് വരുന്നത്, അതായത് ഒരാളാണെങ്കിൽ നമുക്കത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഒരേ സ്ഥാപനത്തിലുള്ള ഒരേ BRCയിലുള്ള 3 അധ്യാപകർ എന്ന് പറയുമ്പോൾ അതൊരു വലിയ അതെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ 10 വർഷം മുമ്പുള്ള ഈ നിയമനങ്ങളെ പറ്റിയൊക്കെ തന്നെ നല്ല വിശദമായ രീതിയിൽ തന്നെ അന്വേഷിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു ശൃംഖല തന്നെയായിട്ടാണ് ഇത് മാറി വരുന്നത്. ഒന്നിൽ ഒതുങ്ങില്ല, 2ൽ ഒതുങ്ങില്ല, അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഈ രക്ഷിതാക്കൾക്ക് തന്നെയുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ്. യുവജന സംഘടനകളൊക്കെ തന്നെ സമരവുമായി മുന്നോട്ട് വരുമ്പോൾ അന്ന് ഈ നിയമനങ്ങൾ നടത്തിയ രാഷ്ട്രീയ പാർട്ടിയുടെ അതുപോലെ തന്നെ യുവജന സംഘടനകളൊന്നും തന്നെ ഇന്ന് ഈ രംഗത്ത് കാണുന്നുമില്ല. അത് ഇതുപോലുള്ള ഈ പാർട്ടി പരിപാടികളൊക്കെ തന്നെ കൃത്യമായിട്ട് പങ്കെടുത്ത ആൾക്കാർ തന്നെയാണ് ഈ ലഹരി മാഫിയന്റെ അകത്തളങ്ങളിൽ ഉള്ളതെന്നാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത്, നമ്മൾ കണ്ടുവരുന്നത്. അപ്പം നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഒരു പേഴ്സണമായിട്ട് കാണുന്ന രീതിയിലാണ് അവരൊക്കെ തന്നെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആ നിയമനങ്ങളെ പറ്റിയും നമ്മൾ കർശനമായ രീതിയിൽ അത് അന്വേഷണം എത്തിപ്പെടണം. അത് നിയമപരമായിട്ടാണോ എന്നുകൂടെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിദേശ യാത്രകളൊക്കെ തന്നെ ഈ ടീച്ചർമാർ നടത്തിയിട്ടുണ്ട്. അത് BRCയുടെ അറിവോടുകൂടിയാണോ എന്നുള്ളതും അവിടുത്തെ ഉന്നതമായിട്ടുള്ള BRCയുടെ പരിധിയിൽ വരുന്ന ആൾക്കാരെ അന്നത്തെ എന്താ പറയുക അവിടുത്തെ ഉദ്യോഗസ്ഥർ അത് കർശനമായ രീതിയിൽ വിലക്കിയിട്ടുണ്ടോ, എങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ എന്നൊക്കെ തന്നെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പിടിയിലായ അധ്യാപകരിൽ പലരും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലും വളരെ മുന്നിട്ട് നിന്ന ആളുകളായിരുന്നു. അതെ, ലഹരിക്കെതിരെ സുംബ ഡാൻസ് പോലെയുള്ള പരിപാടികളൊക്കെ തന്നെ നടത്തിയ കീർത്തന എന്ന് പറയുന്ന ടീച്ചറാണ് ആദ്യം തന്നെ അറസ്റ്റിലാവുന്നത്. അതിനുശേഷം ഇതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട ടീച്ചർമാരാണ് ഇതിൽ അറസ്റ്റിലായി വരുന്നത്. അപ്പോൾ അതുകൂടാതെ ഇന്നലെ ഒരു യുവാവ് കൂടി അതിൽ അറസ്റ്റിലാകുന്നു. അപ്പോൾ ഡെലിവറി ബോയ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഈ നാട്ടിലൊക്കെ കാണുന്നത് മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഡെലിവറി ബോയ് പോലെ തന്നെ നമ്മൾ MDMA വിൽക്കുന്ന പേരാമ്പ്ര BRC ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു ഹബ്ബായി മാറി, ലഹരി മാഫിയയുടെ ഹബ്ബായി മാറിയിട്ടുണ്ട് എന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇതിൽ കർശനമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ യുവജന സംഘടന എന്ന നിലയ്ക്ക് KSUവും യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നിട്ടുള്ളത്. ലഹരിക്കെതിരെ സമരം യൂത്ത് കോൺഗ്രസ് പേരാമ്പ്രയിൽ ഇനിയും മുന്നോട്ട്
തന്നെ പോകുമെന്നാണ് ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസും ഡാൻസ് ആപ്പ് സംഘവും നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യം തന്നെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി മരുതോങ്കര സ്വദേശിയായ കീർത്തന എന്ന അധ്യാപിക പോലീസിന്റെ കസ്റ്റഡിയിലാവുന്നത്. തുടർന്ന് കീർത്തനയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പേരാമ്പ്ര BRCയിലെ തന്നെ അധ്യാപികയായ കൂരാച്ചുണ്ട് സ്വദേശിയായ കാവ്യയും അറസ്റ്റിലാവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് പേരാമ്പ്ര BRCയിലെ തന്നെ മറ്റൊരു അധ്യാപികയായ നീഷ്മയും തുടർന്ന് കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ജിസിൽ കുര്യാക്കോസ് എന്ന് പറയുന്ന യുവാവും ഈ കേസിൽ അറസ്റ്റിലാവുന്നത്. ഇതോടുകൂടി ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയി. ഇതിൽ 3 പേർ അധ്യാപികമാരാണ് എന്നുള്ളതാണ് ഏറ്റവും അധികം ഞെട്ടിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇവരുടെ 3 പേരുടെയും അക്കൗണ്ടിലേക്ക് ഒരു വർഷത്തിന്റെ ഏകദേശം 99 ലക്ഷം രൂപ, അതായത് ഏതാണ്ട് 1 കോടിക്കടുത്ത് രൂപയുടെ ഇടപാടുകളാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അറസ്റ്റിലായ ജിജിൽ കുര്യാക്കോസ് ഇരിട്ടി പ്രദേശത്ത് ഡെലിവറി ബോയിയായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇവർ 3 പേരും, അതായത് കൃത്യമായി പറഞ്ഞാൽ അധ്യാപകർ 3 പേരും MDMA ഉൾപ്പെടെയുള്ള രാസലഹരികൾ ഉപയോഗിക്കുന്നവരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവർ ഈ ജിജിൽ കുര്യാക്കോസ് ആകട്ടെ ഈ MDMA വിൽപ്പനക്കാരനുമാണ്. ആദ്യഘട്ടത്തിൽ MDMA ഉപയോഗിച്ചു തുടങ്ങിയ അധ്യാപികമാർ പിന്നീട് MDMA കച്ചവടത്തിലേക്കും തിരിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് ഒരു വർഷത്തിനിടെ ഏതാണ്ട് 14 ലക്ഷം രൂപയും കാവ്യയുടെ അക്കൗണ്ടിലേക്ക് 6 മാസത്തിനകം ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപയുമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് ഇവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തുക രാസലഹരിയുടെ കച്ചവടത്തിലൂടെ ഇവർക്ക് ലഭിച്ചതാണ് എന്നുള്ളത് പോലീസ് സംശയിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇവർക്ക് ഈ MDMA എത്തിച്ചു നൽകിയിരുന്ന മുഖ്യ കണ്ണിയെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തിനായാലും കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ യുവജന സംഘടനകളടക്കം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീർത്തനയും കാവ്യവും ഉൾപ്പെടെയുള്ളവർ വിദേശത്തേക്ക് യാത്ര നടത്തിയിരുന്നു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന് ഈ ലഹരി കടത്തുമായി ബന്ധമുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമാക്കി മാറ്റണം എന്നുള്ളതാണ് യുവജന സംഘടനകൾ അടക്കമുള്ളവരുടെ ആവശ്യം. മാത്രമല്ല, ഇത്തരത്തിൽ ഈ അറസ്റ്റിലായ കീർത്തന, കാവ്യ മുതലായ അധ്യാപകർ നാട്ടിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അടക്കം മുന്നിൽ നിന്നിരുന്ന ആളുകളായിരുന്നു. ഇത്തരത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ മറവിൽ ഇവർ ലഹരി കച്ചവടം ചെയ്തു എന്നുള്ളതാണ് നാട്ടുകാരെയും പോലീസിനെയും എല്ലാം ആകെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അധ്യാപകർ, പേരാമ്പ്ര BRCയിലെ കൂടുതൽ അധ്യാപകർ ഈ കേസുമായി ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതടക്കം പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്.